ആത്മഹത്യ ചെയ്ത വയനാട് DCC ട്രഷറർ NM വിജയന്റെ കുടുംബത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് സന്ദർശിക്കും. വിജയന്റെ കത്ത് സതീശൻ അവഗണിച്ചെന്ന കുടുംബത്തിന്റെ ആരോപണത്തിന് പിന്നാലെയാണ് സന്ദർശനം. 10 മണിയോടെ VD സതീശൻ NM വിജയന്റെ വീട്ടിലെത്തും. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഇന്ന് NM വിജയന്റെ വീട് സന്ദർശിക്കുന്നുണ്ട്. ബത്തേരിയിൽ ഇന്ന് CPIM പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കും. വിവരങ്ങളുമായി ദീപക് മലയമ്മ ചേരുന്നു. ദീപക് മലയമ്മ, NM വിജയന്റെ ഭവന സന്ദർശനത്തിന് 2 നേതാക്കൾ എത്തുന്നു. രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സന്ദർശനങ്ങളാണ് രണ്ടും. ഇന്ന് CPMന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ കൂട്ടായ്മയുണ്ട്. ഇതടക്കം ഒട്ടേറെ വാർത്തകൾ നമ്മൾ ബത്തേരിയിൽ നിന്നും NM വിജയന്റെ വീട്ടിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യം ആരാണ് NM വിജയന്റെ വീട്ടിൽ സന്ദർശിക്കുക? പ്രതിപക്ഷ നേതാവാണോ അതല്ല MV ഗോവിന്ദ മാഷാണോ? അരുൺകുമാർ ആദ്യം എത്തുന്നത് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ്. 9:30 അദ്ദേഹം NM വിജയന്റെ വസതിയിലേക്ക് എത്തും. നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് IC ബാലകൃഷ്ണന്റെ രാജി ഉൾപ്പെടെ CPIM ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടറി നേരിട്ട് വീട്ടിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പ്രത്യേകിച്ച് 2 കോടിയോളം രൂപയിലധികം കടബാധ്യത NM വിജയനുണ്ട് എന്നുള്ളതാണ് കുടുംബം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണങ്ങളൊക്കെ വിജിലൻസിന്റെ ഭാഗത്തു നിന്നും അടക്കം പോലീസിന്റെ ഭാഗത്തു നിന്നും പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഘട്ടത്തിൽ കൂടിയാണ് MV ഗോവിന്ദൻ എത്തുന്നത്. ഏതാണ്ട് 9:30 കൽപ്പറ്റയിൽ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരിപാടിയിൽ VD സതീശൻ പങ്കെടുക്കുന്നുണ്ട്. NTUCയുടെ പ്രതിഷേധ റാലിയാണ്. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണും. തുടർന്ന് 11:30 ആയിരിക്കും VD സതീശൻ NM വിജയന്റെ വീട്ടിലേക്ക് എത്തുക. അത് ഏറെ പ്രധാനപ്പെട്ട കാര്യവും കൂടിയാണ്. കാരണം ഈ മരണം സംഭവിച്ചതിന് ശേഷം മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവ് പോലും ആ വീട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാൻ തയ്യാറാകാത്ത സാഹചര്യമുണ്ടായി. പിന്നീട് ആ കുടുംബം വലിയ രീതിയിൽ പ്രതിഷേധവുമായി രംഗത്തേക്ക് വരേണ്ട സ്ഥിതിവിശേഷം രൂപപ്പെട്ടു. ഏറ്റവും ഒടുവിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെ അവിടേക്ക് അയക്കുകയും ഈ കുടുംബത്തെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളൊക്കെ കോൺഗ്രസ് നടത്തുകയും ചെയ്തു. ആ നിലയ്ക്ക് രാഷ്ട്രീയമായി വലിയൊരു ഡാമേജ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട്. അത് പരിഹരിക്കുക എന്നുള്ളത് കൂടി VD സതീശന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ലക്ഷ്യമായി കാണേണ്ടി വരും. മറ്റൊന്ന്, നേരത്തെ തുടക്കത്തിൽ അരുൺ സൂചിപ്പിച്ചതുപോലെ VD സതീശനെ ഈ കത്തുമായി ഈ കുടുംബം ബന്ധപ്പെട്ട ഘട്ടത്തിൽ അദ്ദേഹം വേണ്ട പരിഗണന നൽകിയില്ല എന്നുള്ള കാര്യം കുടുംബം തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. അതിനു പിന്നാലെ അത്തരത്തിൽ ഒരു ആക്ഷേപം കേട്ടതിന് പിന്നാലെയാണ് VD സതീശൻ ആ വീട്ടിലേക്ക് എത്തുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. MV ഗോവിന്ദൻ എത്തുമ്പോൾ സ്വാഭാവികമായും നിലവിൽ IC ബാലകൃഷ്ണനും ND അപ്പച്ചനും ഉൾപ്പെടെ ജില്ലയിലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളൊക്കെ ഒളിവിൽ തുടരുന്ന സാഹചര്യമാണ് ഉള്ളത്. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് CPM സംസ്ഥാന സെക്രട്ടറി എത്തുന്നത്. രാഷ്ട്രീയമായി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യണം എന്നുള്ള നിലപാട് CPM എടുക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് ഈ സന്ദർശനം എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്ന് വൈകിട്ട് ബത്തേരിയിൽ ഒരു വലിയ പ്രതിഷേധ റാലി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിഷേധ സംഗമം CPMന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട്. അതിൽ MV ഗോവിന്ദൻ പങ്കെടുക്കുകയും ചെയ്യും. ഇങ്ങനെ രാഷ്ട്രീയമായി ഈ ഒരു വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും അതിന്റെ ചർച്ചകൾ ഒടുങ്ങുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവായി ഇന്നത്തെ 2 സന്ദർശനങ്ങൾ മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതിൽ കോൺഗ്രസ് ഇനി അങ്ങോട്ട് സ്വീകരിക്കാൻ പോകുന്ന നിലപാടുകൾ എന്ത് എന്നുള്ളതിന് ഒരു മറുപടി സ്വാഭാവികമായും ഇന്ന് നമ്മൾ VD സതീശനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. CPIM തുടർന്ന് എങ്ങനെയാണ് പ്രതികരണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. താങ്ക് യു ദീപക്. NM വിജയന്റെ വീട്ടിലേക്കുള്ള യാത്രയിലാണ്. തീർച്ചയായിട്ടും അവിടെ പ്രതിപക്ഷ നേതാവ് എത്തുന്നുണ്ട്. അതേപോലെ തന്നെ CPM സംസ്ഥാന സെക്രട്ടറിയും എത്തുന്നുണ്ട്. കുടുംബത്തെ ചേർത്ത് പിടിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസ് പറയുന്നത്. പക്ഷേ അങ്ങനെ സെറ്റിൽ ചെയ്യാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് CPMന്റെ നിലപാട്. കാരണം അതിലൊരു ആത്മഹത്യാ പ്രേരണയുണ്ട്. ED അടക്കം ആ കേസ് അന്വേഷിക്കാൻ എത്തുന്നു. IC ബാലകൃഷ്ണനും ND അപ്പച്ചനും ഇപ്പോഴും ജില്ലയ്ക്ക് പുറത്താണെന്നാണ് ലഭിക്കുന്ന വിവരം. ഇന്നവർ പ്രതിപക്ഷ നേതാവിൻ്റെ കൂടെ ആ സ്ഥലത്തേക്ക് വരുമോ? അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം.